ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് മീ ഗൈസ്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടും. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടും. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യം പറഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, കുറേ തിരക്കായിരുന്നു. പിന്നെ ഇതിൻ്റെ കാര്യമൊക്കെ ആയിരുന്നു, പിന്നെ ക്ലാസ്സിന് പോകണം, അങ്ങനെ കുറേ തിരക്കുകളായതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ഓരോ പ്രോഡക്റ്റ് റിവ്യൂ ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ചെയ്യാൻ സമയം കിട്ടാഞ്ഞിട്ടായിരുന്നു. ഇനി എന്തായാലും ഇതുവരെ പറഞ്ഞ പോലെ അല്ല, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ചുറ്റി കളയ്ക്കേണ്ട. അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം. എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് ആയിട്ട്, അതായത് നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് സെക്ഷനിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നൊരു കാര്യമാണ്, നമ്മുടെ ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷൻ മാറാൻ വേണ്ടി എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് പറഞ്ഞു തരുമോ എന്നുള്ളത്. അപ്പം നോർമലി എനിക്ക് ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഇല്ലെങ്കിലും ചെറിയ തോതിൽ എനിക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഇപ്പം ഓക്കെ ചെയ്യാം, അപ്പോൾ നമുക്കൊരു പ്രോഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയിട്ടല്ലേ റിസൾട്ട് പറയാൻ പറ്റുമോ. അപ്പം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് യൂസ് ചെയ്തിട്ട് പേഴ്സണലി ഭയങ്കര റിസൾട്ട് കിട്ടിയ ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിനു മുമ്പേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഏത് പ്രോഡക്റ്റ് റിവ്യൂ ചെയ്താൽ ഞാനിങ്ങനെ വളവളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു സ്കിൻ കെയർ പ്രോഡക്റ്റ് പറഞ്ഞു തരുമ്പോഴത്തേക്ക് അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ ആൾക്കാർ യൂസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ A to Z കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. കാരണം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, കറക്റ്റ് റിസൾട്ട് കിട്ടത്തില്ല, ചിലപ്പോൾ റിവേഴ്സ് റിയാക്ഷൻ ആയിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ അയ്യോ റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരുപാട് വലിച്ചു നീട്ടി ഞാൻ സംസാരിക്കുന്നത്. എന്തായാലും ഞാൻ ചുരുക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് പെട്ടെന്ന് തീർക്കാം. വേറെ ഒന്നുമല്ല, ഈ പിഗ്മെൻറ്റേഷൻ മാറാനുള്ള ഈ ലിപ് ലൈറ്റ്നർ, ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. പിന്നെ എനിക്ക് എപ്പോഴും പറയുന്ന കണക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. എനിക്ക് റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, മെലാലൂമിൻ്റെ ലിപ് ലൈറ്റ്നർ ആണ്. നിങ്ങൾക്കിത് ഞാൻ കുറച്ചുകൂടെ അടുത്ത് വെച്ച് കാണിക്കാം. ഇതാണ് സാധനം, മെലാലൂമിൻ്റെ ലിപ് ലൈറ്റ്നർ. ഞാൻ സൈഡിൽ പിക്ചർ സ്പെസിഫൈ ചെയ്തേക്കാം. ഇത് ഉപയോഗിച്ചിട്ട് ട്രസ്റ്റ് യു ഗൈസ്, എനിക്കൊരു 3-4 ഡേയ്സ് തന്നെ യൂസ് ചെയ്തപ്പോൾ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് എൻ്റെ ലിപ്സിനുണ്ടായത്. നല്ലതുപോലെ പിഗ്മെൻറ്റേഷൻ കുറച്ചു. പിന്നെ ഇത് യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്യണം. ചിലവർക്കൊക്കെ ഫാസ്റ്റ് റിസൾട്ട് കിട്ടും. എന്തായാലും ഒരു 90% ആൾക്കാർക്കും ഫാസ്റ്റ് റിസൾട്ട് തന്നെ കിട്ടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ ചിലവർക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് പതുക്കെ റിസൾട്ട് കിട്ടുമായിരിക്കും. എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും. പിന്നെ എന്തുകൊണ്ടാണ് ഈ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവരൊക്കെ നല്ലതുപോലെ സിഗരറ്റ് വലിക്കുന്നവരുണ്ടായിരിക്കും, അതുപോലെ ആൽക്കഹോൾ കൺസംഷൻ ഉള്ളവരുണ്ടായിരിക്കും, അതുപോലെ ഒരുപാട് കോഫി ലവേഴ്സ് ഉണ്ടല്ലോ, ഒരുപാട് കോഫി കുടിക്കുന്നവരുടെ ചുണ്ടിൽ പിഗ്മെൻറ്റഡ് ആയിട്ട് ഇരിക്കും. പിന്നെ അതുപോലെ തന്നെ ഹെറിഡിറ്ററി ആയിട്ട് നമ്മുടെ ലിപ്സ് ഇങ്ങനെ പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. പിന്നെ നമ്മൾ വേറൊരു കാര്യമുണ്ട്, ഇപ്പോൾ സിഗരറ്റ് വലിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലിപ് ലൈറ്റ്നർ ഉപയോഗിച്ചിട്ട് ഓക്കെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം നിങ്ങളത് യൂസ് ചെയ്ത് നോക്കാൻ. അത് കണക്കാനെ ഭയങ്കരമായിട്ട് കോഫി കുടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കോഫിയുടെ കൺസംഷനൊക്കെ ഒന്ന് കുറയ്ക്കുക, അതൊക്കെയാണ്. പിന്നെ ഹെറിഡിറ്ററി ആയിട്ടുള്ളതാണെങ്കിലും ഒരു പരിധി വരെയൊക്കെ നമുക്ക് ചുണ്ടിൻ്റെ ആ പിഗ്മെൻറ്റേഷൻ മാറ്റാൻ നമുക്ക് സഹായിക്കും ഈ ലിപ് ലൈറ്റ്നർ. ഇൻഡിക്കേഷൻ കൊടുത്തേക്കുന്നത് നമ്മൾ പകൽ സമയത്ത് 1-2 വട്ടം യൂസ് ചെയ്ത് കൊടുക്കാന്ന് വെച്ചാൽ, നല്ലതുപോലെ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകൽ 1-2 നേരം അപ്ലൈ ചെയ്യും. അതേ കണക്ക് തന്നെ രാത്രി നിങ്ങൾ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയും ചെയ്യുക, രാവിലെ വാഷ് ഔട്ട് ചെയ്ത് കളയുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഉറപ്പായിട്ടും ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഷുവറായിട്ട് റിസൾട്ട് കിട്ടും. നല്ല പിഗ്മെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് ഒരു 1-2 ആഴ്ചക്കകം ഉറപ്പായിട്ടും, അതായത് ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയോ 2 ആഴ്ചയോ കഴിയുമ്പോഴത്തേക്ക് നല്ല റിസൾട്ട് കിട്ടും. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, വീണ്ടും നമ്മുടെ ഈ ലിപ് ലൈറ്റിനായി പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പുറത്തൊക്കെ പോവുക, നമ്മുടെ ചുണ്ടിൽ നമ്മൾ SPF ഇടാതെ പുറത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ചുണ്ട് പിഗ്മെൻറ്റഡ് ആവും. നമ്മുടെ മുഖത്ത് എത്രത്തോളം സൺസ്ക്രീൻ എന്നുള്ളത് എത്രത്തോളം അത്യാവശ്യമാണോ അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിലും ബോഡി പാർട്സിലും എല്ലാം എന്താണ് നമുക്ക് SPF ഉള്ള ഒരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഓയിൽമെൻറ്റോ ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു
ലോഷനോ ക്രീമോ അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം നിങ്ങളിത് നിങ്ങളുടെ ലിപ്സ് ലൈറ്റൻ ആയി ഓക്കെ ഇതിൻ്റെ റിസൾട്ട് പെർമനൻ്റ് ആണ്, അതുകൊണ്ട് പോത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ റിസൾട്ട് പെർമനൻ്റ് തന്നെ, ഇതിൻ്റെ റിസൾട്ട് പോകത്തില്ല. നമ്മൾ ഇന്ന് യൂസ് ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടി, നമ്മളിത് സ്റ്റോപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ റിസൾട്ട് ഒന്നും നമുക്ക് നഷ്ടപ്പെടുകയോ എടുക്കുകയോ ഒന്നും ചെയ്യും, നമ്മുടെ ചുണ്ടിൻ്റെ പിഗ്മെൻറ്റേഷൻ കുറയ്ക്കുക തന്നെ ചെയ്യും ഇത്. പക്ഷേ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ ഉറപ്പായിട്ട് SPF ഉള്ള ഒരു ബാം യൂസ് ചെയ്തിട്ട് പോവുക. ഞാൻ യൂസ് ചെയ്യുന്നത് മിനിമലിസ്റ്റിൻ്റെ SPF ഉള്ള പിന്നെ ലിപ് ബാമാണ്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ അത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ല ലിപ് ബാമാണ്. ഇങ്ങനെ നമ്മുടെ ചുണ്ടിൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ രാത്രി ഇല്ലെങ്കിൽ പകൽ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡെഡ് സ്കിൻസ്, അതായത് നമ്മുടെ ചുണ്ടിന് മുകളിലുള്ള ഡെഡ് സ്കിൻസ് എടുത്ത് കളയുക ചെയ്യുന്നത്. അങ്ങനെ കളഞ്ഞാണ് നമ്മുടെ ഈ ലിപ്സ് ഒന്ന് ലൈറ്റൻ ആവുന്നത്. പക്ഷെ വേറൊരു കാര്യം ചിന്തിക്കുക, നിങ്ങൾക്കൊരു പിങ്ക് ലിപ്സ് ആണ് വേണ്ടതിൽ ചുമന്ന് തുടുത്തിരിക്കുന്ന ചുണ്ട അങ്ങനെയൊന്നും ഇത് യൂസ് ചെയ്താൽ കിട്ടത്തില്ല കേട്ടോ. ഇത് യൂസ് ചെയ്താൽ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിഗ്മെൻറ്റേഷൻ മാറും. ആദ്യമൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക വെളറിയ ഒരു വൈറ്റിഷ് ആയിട്ട് നമ്മുടെ ചുണ്ട് തോന്നും. അതായത് നമ്മുടെ സ്കിൻ ഇളവിക്കൊണ്ടേ ഇരിക്കുമല്ലേ ചുണ്ടിലെ, അപ്പോൾ അങ്ങനെ നമുക്കൊരു വൈറ്റ് കളറായിട്ട് തോന്നും. പിന്നീട് ഗ്രാജുവലി നമ്മളിത് യൂസ് ചെയ്ത് നിർത്തിയിട്ടോ ഇല്ലെങ്കിൽ നമ്മൾ 2-3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ നോർമൽ സ്റ്റേജിലോട്ട് നമ്മുടെ ചുണ്ടിൻ്റെ സ്റ്റേജിലോട്ട് പോകും. പക്ഷെ ഇത് ഭയങ്കര റിസൾട്ട് തരുന്ന സാധനമാണ് കേട്ടോ. വേറെ ഏത് ലിപ് ലൈറ്റ്നറിനെക്കാട്ടിലും ഏറ്റവും ബെറ്റർ ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്ന മെലാലുമിൻ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരികയാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ട്രസ്റ്റ് മീ ഗൈസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല ബെറ്റർ റിസൾട്ട് കിട്ടും. പിന്നെ ഇതിൻ്റെ പ്രൈസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 10 gram ഓഫ് പ്രോഡക്റ്റിന് 300 rupees, അതായത് 300 രൂപയാണ് 10 ഗ്രാമിൻ്റെ ഒരു പ്രോഡക്റ്റിന് വരുന്നത്. അത്യാവശ്യം നല്ല പൈസയാണ്. കാരണം ചെറിയ ഒരു ട്യൂബാണ്, നിങ്ങൾക്കിത് കാണാൻ പറ്റും, ചെറിയൊരു ട്യൂബാണ്. ഈ ട്യൂബിനാണ് ഇവർ 300 രൂപ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ 300 രൂപ നമ്മൾ ചിലവാക്കിയാലും അതിന് വർത്താണ് ഗൈസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. നമുക്കിങ്ങനെ ഒരുപാട് കാലം ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യം വരത്തില്ല. മേ ബി ഇതിൻ്റെ ഒരു അരഭാഗം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വാട്ടറി കൺസിസ്റ്റൻസി അല്ലെങ്കിൽ ഒരു ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസി ഒക്കെയാണ് കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ജെൽ ടൈപ്പ് കൺസിസ്റ്റൻസി ഉള്ള ഈ സാധനം നമ്മുടെ ചുണ്ടിലൊന്ന് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും ഒരു ഗ്ലോസി എഫക്റ്റ് ഇല്ലെങ്കിൽ എന്താ പറയുക ഒരു എണ്ണമയം ഇല്ലെങ്കിൽ ഒരു ലിപ് ബാം എടുത്ത് നമ്മുടെ ചുണ്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും നമുക്കൊരു എഫക്റ്റ് കിട്ടുന്ന അതേ കണക്ക് തന്നെയാണ് ഈ ലിപ് ബാം. ഇതൊരു ലിപ് ബാമാണ് ഇത് യൂസ് ചെയ്യുമ്പോഴും. അപ്പം ഞാൻ പറഞ്ഞതുപോലെ പകലും 2 പ്രാവശ്യം യൂസ് ചെയ്യുക, രാത്രിയും കിടക്കാൻ നേരവും 1 പ്രാവശ്യം യൂസ് ചെയ്ത് കിടക്കുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും, ഉറപ്പായിട്ട് കിട്ടും. പിന്നെന്താണ് ഇത് അത്യാവശ്യം നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഇത് സേഫസ്റ്റ് പ്രോഡക്റ്റ് ആണ്, ഇതിനൊരു സൈഡ് എഫക്ട്സും ഇല്ല. ഒരുപാട് പേര് യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ട്, ഞാനും യൂസ് ചെയ്തിട്ടുണ്ട്. സൈഡ് എഫക്ട്സ് ഒന്നുമേ ഇല്ല, നല്ല സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. നിങ്ങൾക്ക് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ചോദിക്കാവുന്നേ ഉള്ളൂ, ഇല്ലെങ്കിൽ അവിടെ അവൈലബിൾ അല്ലെങ്കിൽ അവരോട് എടുത്തു തരാൻ പറയുക. നിങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ ബെറ്റർ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരുപാട് ഹാംഫുൾ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്ത് അടങ്ങിയിട്ടില്ല. അത്യാവശ്യം നല്ല സേഫായിട്ട് നമുക്ക് വിശ്വാസത്തോടു കൂടി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് ലിപ് ലൈറ്റ്നറാണ് മെലാലുമിൻ എന്ന് പറയുന്നത്. നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും വാങ്ങിച്ച് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയണം. ആരെങ്കിലും ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അതേ കണക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ടൈപ്പ് ഓഫ് പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ പറയുക. പിന്നെ എൻ്റെ എന്തെങ്കിലും ടൈപ്പ് സത്യം പറയാൻ എനിക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കുന്നൊന്നും എനിക്ക് സത്യം പറയാമല്ലോ ഗൈസ്, എനിക്കിതൊന്നും വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, നമുക്ക് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ചളിയൊന്നും അടിക്കാൻ പറ്റത്തില്ലല്ലോ ഗൈസ്. ചളി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പറയാനുള്ള കൺവേ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും കൺവേ ചെയ്യാൻ പറ്റാതായി പോവും. അതുകൊണ്ടിട്ടാണ് കുറച്ച് സീരിയസ് ആയിട്ട് എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യമാണ്, എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ അച്ഛനും ഉച്ചനും അയച്ചു കൊടുത്തോ, അറഞ്ചം പുറഞ്ഞോ അങ്ങ് വെട്ടി വെളുപ്പിച്ചേക്കണം, ആൾക്കാർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ടാറ്റാ.